സോഷ്യൽ സ്കോർ എന്താണെന്നാണ് ഉദ്ദേശിച്ചത്. അത് സിനിമ വിശദീകരിക്കും, അതുവരെ വെയിറ്റ് ചെയ്യും. പിന്നെ ഇതിന് കമേഴ്ഷ്യൽ എലമെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന ഈ സിനിമയിൽ അതിൻ്റെ ഘടകങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. അതിൻ്റെ കണക്കും ഘടനയും ഒക്കെ മാറിക്കഴിഞ്ഞു. കമേഴ്ഷ്യൽ എലമെൻസിൻ്റെ എലമെൻസിൻ്റെയും സ്റ്റാർ വാല്യൂവിൻ്റെയും ഒക്കെ മാനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞില്ലേ. അതുകൊണ്ട് അതൊന്നും ഈ സിനിമയെ ബാധിക്കാൻ സാധ്യതയില്ല. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം കഥയും കഥയ്ക്കൊത്ത നടന്മാരുമാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ ഘടകം. ജനങ്ങൾക്ക് സിനിമ രസകരവും വിജ്ഞാനപ്രദവും ചിന്താദീപകവും ഒക്കെ ആകുന്നതാണല്ലോ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് ചിരിച്ചുല്ലസിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ടേക്ക് അവേ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒന്നെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല, എന്നാലും ആഗ്രഹിക്കാറുണ്ട്. അതൊക്കെ എന്തെങ്കിലും കൂടെ ചേർത്തിട്ടുണ്ട്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ വ്യവസായ ഘടനയുടെ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ എലമെൻസിൻ്റെ ഭാഗമാണ്. അത് ഈ സിനിമയിൽ ഉടനീളമുണ്ട്. അല്ലെങ്കിൽ ഈ സിനിമ അങ്ങനെയുള്ളതല്ല. സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ആക്ടറെ സംബന്ധിച്ച് എനിക്കൊരു ഡ്രീമാണ്. കാരണം ഈ പടത്തിൽ എന്നെ കാസ്റ്റ് ചെയ്തത് സിനിമ സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ്. അപ്പോൾ ഈ പടം അനൗൺസ് ചെയ്ത സമയത്ത് MMMN എന്നാണ് ടൈറ്റിൽ എടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അയച്ചു കൊടുത്തു, ഇതൊരു മൂവിയുണ്ട്, നമുക്ക് എല്ലാവരും വീണ്ടും ഒരുമിച്ച് സിനിമ അഭിനയിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ജസ്റ്റ് ആസ് എൻ ഓഡിയൻസ്. പക്ഷേ ഇതിൽ എന്നെ കാസ്റ്റ് ചെയ്യാൻ ഒരു ക്യാരക്ടറെ വിളിച്ചപ്പോൾ ഇതിനേക്കാൾ ഒന്നുമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് മഹേഷേട്ടാ, ആലോ ചേട്ടൻ, നമുക്ക് എല്ലാവരും താങ്ക് യു. അപ്പോൾ എല്ലാവരുടെയും കൂടെ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി. എൻ്റെ ഫിലിം ഐ തിങ്ക് യു വിൽ കാണുമ്പോൾ മനസ്സിലാവും, എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. ഇതിൽ അറ്റാച്ച്ഡ് ആയ ആക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞു, പിന്നെ പക്ഷേ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് മാത്രം യെസ് പറഞ്ഞാൽ മതി. അപ്പോൾ ആ ആക്ടേഴ്സിന് തീരുമാനം എടുക്കാനുള്ള ഫ്രീഡവും സ്പേസും അതാണ് ഏറ്റവും വലിയ കാര്യം. ദാറ്റ് ഇസ് വാട്ട് എവറി ആക്ടർ ലുക്സ് ഫോർവേഡ് ടു. ആ ഒരു സ്വാതന്ത്ര്യവും സ്പേസും തരുന്ന ഒരു ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്നൊരു കാര്യം കൂടെ. ഇത്രയും നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ എല്ലാം നമ്മൾ കണ്ട് വളർന്ന കുറേ ആക്ടേഴ്സാണ്. കൊച്ചിലെയൊക്കെ ഇവരുടെ സിനിമകളാണ് നമ്മൾ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്തത്, നമ്മുടെ ഐഡൽസ് ആയിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ഡീൽ ഫോർ ഓൾ. പ്രൊഡ്യൂസറിനോടാണ്